തീമാറ്റിക് ആയിട്ട് പല സാധനങ്ങളും ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ധൻവന്തിന്റെ മൂവ് ഓൺ സ്റ്റോറിയും ഏട്ടന്റെ ഭാര്യയുമായിട്ടുള്ള ഗർന്തിയുടെ വിഷയങ്ങളും ഒക്കെ ഇവിടെയും ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ട്രാക്ക് വേണമെന്ന ജനറിക് ചിന്തയേക്കാൾ കഥാപാത്രങ്ങളെ കുറച്ചുകൂടെ ഷേപ്പ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ ട്രാക്കുകൾ സീരീസ് ഉപയോഗിക്കുന്നത്. ശരിയായ ഒരു ക്രിയേറ്റീവ് ഹൈ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ ഈ സീരീസ് സൃഷ്ടിക്കുന്ന സ്ഥലത്താണ്. ഇതിൽ പമ്മ എന്നൊരു കഥാപാത്രമുണ്ട്. സുദീപ് ശർമ്മയുടെ സൃഷ്ടിയായിട്ടുള്ള ഹത്തോഡ ത്യാഗിയുടെ വേറൊരു വേർഷനാണ് പമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റാത്ത മുതലാളിയോട് അങ്ങേയറ്റത്തെ കൂറുള്ള ഈ കഥാപാത്രം പക്ഷേ ഒരർത്ഥത്തിൽ സിസ്റ്റത്തിന്റെ അനീതിയുടെ റിസൾട്ടാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ബാക്ക് സ്റ്റോറി നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ കാണാൻ പറ്റും. ഒരാളുടെ കഥയിലെ വില്ലൻ വേറെ ഒരു ട്രാക്കിലെ വിക്ടിമായിരിക്കും. ഇങ്ങനെ മൊത്തത്തിൽ സംഗതി ഒരു ഗ്രേ സ്പേസിൽ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ക്രിയേറ്റീവ് ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലത്തൊക്കെ സീരീസ് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട മൊമെൻറ്റുകളിൽ സീനൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഒരർത്ഥത്തിൽ സീരീസ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നത് പോലത്തെ ഫീലാണ്. അതായത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കും, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും എന്നൊക്കെ. ആൻഡ് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല.